അവിടെ ഒരു ഇസ്രായേലി യുവാവാണ്. അല്പം ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കുന്ന ഒരാളാണെങ്കിൽ സംഭവമാകെ മാറുമായിരുന്നില്ലേ? ശ്രീ മോജോ കാരിമുട്ടം, ഇതാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. 80 മുതൽ തന്നെ കാശ്മീരികൾ നമ്മുടെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെല്ലാം അവർ വരുന്നുണ്ട്, കച്ചവടം നടത്തുന്നുണ്ട്, മാന്യമായി ഇടപെടുന്നുണ്ട്. പക്ഷേ ഒരു വിഭാഗം ഇതിനെല്ലാം അപമാനമായി നിൽക്കുകയാണ്. അതിൽ നുഴഞ്ഞുകയറ്റക്കാർ വരെ ഉണ്ട് എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾ ഇക്കാര്യത്തിൽ ഒരു വലിയ ജാഗ്രത പുലർത്തേണ്ടതല്ലേ? യഥാർത്ഥ കച്ചവടക്കാർ ആരാണ്? ഇതിന്റെ മറവിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഈ മണ്ണിൽ ഇറങ്ങിയിട്ടുള്ളവർ ആരാണ്? ഇതിലൊക്കെ ഒരു പരിശോധന വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകേണ്ടതല്ലേ? വ്യാപാരി വ്യവസായ ഏകോപന സമിതി അല്ല അത് പരിശോധിക്കേണ്ടത്, കേന്ദ്ര ഏജൻസികളാണ് അത് പരിശോധിക്കേണ്ടത്. തീർച്ചയായിട്ടും കുമളിയിൽ ഇത് ആദ്യത്തെ ഒരു സംഭവമാണ്. ഏതാണ്ട് 85-90 കാലഘട്ടം മുതൽ തന്നെ കാശ്മീരികൾ കുമളിയിൽ വ്യാപാരം നടത്തുന്നുണ്ട്. അത് കുമളിയിൽ സ്ഥിരതാമസമാക്കിയ ആളുകളുണ്ട്. ഇത് ഈ ഒരു സംഭവത്തെ ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കുന്നില്ല, വെച്ചുറപ്പിക്കുന്നില്ല. ഒരു കാരണവശാലും ഈ ഒരു സംഭവത്തെ വെള്ളപൂശാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നമ്മളെടുത്ത ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കുമളിയിലോ അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയെങ്കിലോ വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ പാടില്ല എന്ന കർശന നിർദ്ദേശമാണ് എടുത്തത്. അദ്ദേഹം ഇവിടെ ജോലി ചെയ്യുന്നുണ്ടോ മറ്റു ഏതെങ്കിലും സ്ഥലങ്ങളിൽ വർക്കല ഉൾപ്പെടെ കോവൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റിന് പോലീസിനുള്ളതാണ്. അവർ ചെയ്യേണ്ട ഡ്യൂട്ടിയാണിത്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി കുമളിയെ സംബന്ധിച്ചിടത്തോളം കുമളിയിൽ അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ടോ എന്നതാണ് ഞങ്ങൾ പരിശോധിക്കാൻ കഴിയുള്ളൂ. ബാക്കി നിയമപരമായി ഏത് നടപടി എടുത്താലും അതിനെ അംഗീകരിക്കുമെന്ന് സംഘടന ഞങ്ങളുടെ അടിയന്തര സെക്രട്ടേറിയറ്റ് കൂടി തന്നെ എടുത്തിരിക്കുന്ന തീരുമാനമാണ്. ഇത് നിങ്ങളുടെ ഉപജീവനത്തിന്റെ പ്രശ്നമാണ്, അന്നത്തിന്റെ പ്രശ്നമാണ്. അവിടെ കച്ചവടം നടന്നാലേ നിങ്ങൾക്കടക്കമുള്ള വ്യാപാരികൾക്ക് ജീവിച്ചു പോകാൻ കഴിയുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയുള്ളൂ. നോക്കൂ, ഈ കോവിഡ് കാലത്തിന് ശേഷം ഇന്റർനാഷണൽ ടൂറിസ്റ്റുകളുടെയൊക്കെ ഒരു വരവ് വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും കേരളത്തോടുള്ള വലിയ സ്നേഹം, ഈ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് വരാനുള്ള ഒരു ആഗ്രഹം പലപ്പോഴും ഈ വിദേശ ടൂറിസ്റ്റുകൾ വച്ചു പുലർത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണല്ലോ വരുന്നത്. പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ ഇങ്ങനെ കുമളിയിലെ ഒരു സംഭവം ഒരു പ്രദേശത്ത് മാത്രം ഉണ്ടായി എന്നതിൽ ഒതുക്കി നിർത്താൻ നമുക്ക് പറ്റില്ല. ഈ വ്യാപാരി സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ പോലീസോ ഇന്റലിജൻസ് ഏജൻസികളോ അത്തരത്തിൽ കേന്ദ്ര സർക്കാർ ഏജൻസികളോ ഒക്കെ ഇടപെടുന്നത് സ്വാഭാവികമായും അവർ ഇടപെടും. അത്തരത്തിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേന്ദ്ര ഏജൻസികൾ അടക്കം ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു ജാഗ്രത അത് ഉറപ്പാക്കേണ്ടതല്ലേ? കുമളിയിൽ മാത്രം ഉള്ള കാര്യമല്ല ഞാൻ പരാമർശിച്ചു പോകുന്നത്. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. സംഘടന ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വേണ്ട സുരക്ഷിതം നൽകാൻ ബാധ്യസ്ഥരാണ്. തേക്കരി ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റ് മൂന്നാർ ഉൾപ്പെടെ കോവളം ഉൾപ്പെടെ മറ്റുള്ള സ്ഥലങ്ങളിലെ ടൂറിസം ഡെസ്റ്റിനേഷൻ സെന്ററുകളിൽ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് മതിയായ സംരക്ഷണം നൽകാൻ ബാധ്യസ്ഥത തന്നെയാണ്. തീർച്ചയായിട്ടും ആ ഉത്തരവാദിത്തം 100% ഞങ്ങൾ നിറവേറ്റുന്നതിന് ചെയ്യും, യാതൊരു സംശയവുമില്ല കാര്യം.